ഹംപിയിലുള്ള സ്റ്റോൺ ചാരിയറ്റിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ കാണുന്നതാണ് സ്റ്റോൺ ചാരിയറ്റ്. അപ്പോൾ ഈ സ്റ്റോൺ ചാരിയറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ അറിയപ്പെടുന്ന ജുവൽ ഓഫ് ഹംപി എന്നാണ്. കാരണം ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു 50 റുപ്പീസ് നോട്ടാണ്. ഇപ്പോൾ 50 റുപ്പീസിൻ്റെ നോട്ടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കണ്ടില്ലേ, ഈ പിക്ചർ ഇതിന് റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് ഇന്ത്യൻ കറൻസി 50 റുപ്പീസിൻ്റെ ബാക്ക് സൈഡിലായിട്ട് പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, ട്രാവലേഴ്സ് എഡ്ജിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഹംപിയിലാണ്. ഹംപിയിലുള്ള സ്റ്റോൺ ചാരിയറ്റിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ കാണുന്നതാണ് സ്റ്റോൺ ചാരിയറ്റ്. അപ്പോൾ ഈ സ്റ്റോൺ ചാരിയറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ അറിയപ്പെടുന്ന ജുവൽ ഓഫ് ഹംപി എന്നാണ്. കാരണം ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു 50 റുപ്പീസ് നോട്ടാണ്. ഇപ്പോൾ 50 റുപ്പീസിൻ്റെ നോട്ടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കണ്ടില്ലേ, ഈ പിക്ചർ ഇതിന് റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് ഇന്ത്യൻ കറൻസി 50 റുപ്പീസിൻ്റെ ബാക്ക് സൈഡിലായിട്ട് പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത്. 16th സെഞ്ച്വറിയിലെ കൃഷ്ണദേവരായ എന്ന് പറഞ്ഞ വിജയനഗര എംപയറാണ് ഈ ഒരു സ്റ്റോൺ ചാരിയറ്റ് പണിതിരിക്കുന്നത്. ഈ കാണുന്ന സ്റ്റോൺ ചാരിയറ്റ്. ഓക്കെ, ഈ സ്റ്റോൺ ചാരിയറ്റ് സ്ഥിതി ചെയ്യുന്നത് വിജയ വിത്തല എന്ന് പറഞ്ഞൊരു ക്ഷേത്രത്തിനകത്താണ്. അപ്പോൾ ഒരു വലിയ ക്ഷേത്രത്തിൻ്റെ കോംപ്ലക്സ് തന്നെയാണ് ഈ വിജയ വിത്തല ടെമ്പിൾ എന്ന് പറയുന്നത്. ഇപ്പം ഈ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് അതിൻ്റെ എൻട്രൻസ് കാണാം. ആ ഒരു ഗോപുരം ആ പൊട്ടിപ്പൊളിഞ്ഞ് മേലെ കണ്ടോ, തകർന്നടിഞ്ഞ് കിടക്കുകയാണ്. കാരണം കാലപ്പഴക്കം കൊണ്ടായിരിക്കാം കുറേ നാശനഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പ് പല ഇൻവേഷൻസ്, ഫോറിൻ ഇൻവേഷൻസിനെ എല്ലാം പ്രതിരോധിച്ചൊരു പ്രദേശം കൂടിയാണത്. അപ്പോൾ അതുകൊണ്ടാണെന്നും എനിക്കറിയില്ല. അപ്പം അതിൻ്റെ ഒരു മേലത്തെ സൈഡ് ഫുള്ള് എന്താ പറയുക, പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ചെറിയ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇനി അടുത്തായിട്ട് അതിൻ്റെ നേരെ ഫ്രണ്ടിലാണ് ഈ ഒരു സ്റ്റോൺ ചാരിയറ്റ് സ്ഥിതി ചെയ്യുന്നത്. ആൻഡ് ആ ഒരു സൈഡിലായിട്ട് മറ്റൊരു മണ്ഡപവും കൂടെ ഉണ്ട്. പിന്നെ മെയിൻ ടെമ്പിൾ ഇതാണ്. മെയിൻ ടെമ്പിളിൻ്റെ പല ഭാഗങ്ങളും ഇപ്പം നിലവിൽ ഇല്ല. ഇപ്പോൾ ടോപ്പിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണാൻ പോലും ഇല്ല. കുറേ ഭാഗങ്ങൾ നശിച്ചു പോയിട്ടുണ്ട്. ചെറിയ റിനോവേഷൻ വർക്കിൽ അവർ ചെയ്യുന്നുണ്ട്. ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് എക്സിറ്റ് ഗേറ്റ് ആണ്. ഇതിൽ തന്നെ നമുക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഇലക്ട്രിക് വാഹനമുണ്ട്. നമ്മുടെ കാർ പാർക്കിംഗ് വരെയുള്ള ഒരു 1 കിലോമീറ്റർ യാത്ര ചെയ്താലാണ് അവിടേക്ക് എത്തിച്ചേരുന്നത്. പിന്നെ ഇപ്പോൾ ഈ ഒരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു കുറേ ഭാഗങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞ് പോയിട്ടുണ്ട് പല കാരണങ്ങളാൽ. അപ്പോൾ അതൊക്കെ ഒരു മാക്സിമം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പില്ലറൊക്കെ വെച്ചിട്ട് അതിൻ്റെ റിനോവേഷൻ വർക്കെല്ലാം നടക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ആ ഒരു കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങേ അറ്റം വരെ ഇത്രയും വരുന്നുണ്ട്. ഈ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കാണുന്നത് ഇത്രയും ഭൂഷം വരുന്നുണ്ട്. ഈ ഒരു ടെമ്പിളിലെ കംപ്ലീറ്റ് മെയിൻ ടെമ്പിളിൻ്റെ ടോട്ടൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു മെയിൻ ടെമ്പിളിൻ്റെ ഒരു കോർണറിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ മെയിൻ ടെമ്പിളിലെ കോർണറിൽ നോക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു കൊത്തുപണിയൊക്കെ ഉണ്ടല്ലേ, ഇങ്ങനത്തെ നമ്മളിപ്പോൾ കുറേ ടെമ്പിൾസ് നമ്മൾ കവർ ചെയ്തു നമ്മുടെ ബ്ലോഗിനകത്ത്. അപ്പം ഇത്തരം കൊത്തുപണികളുള്ള വേറെ ടെമ്പിൾസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇതൊക്കെ താഴെയായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഭയങ്കര സിമ്പിളായിട്ടുള്ള കൊത്തുപണികളാണ് വന്നിരിക്കുന്നത്. അടുത്ത മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഈ പില്ലേഴ്സാണ്. പില്ലേഴ്സ് എന്ന് പറയുന്നത് ഇപ്പം ഒരു മെയിൻ പില്ലർ തന്നെ 4 സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു പില്ലേഴ്സിൻ്റെ പോർഷൻ വന്നിരിക്കുന്നത്. ഇതെല്ലാം സിംഗിൾ റോക്കിൽ തന്നെയാണ് പണിതിരിക്കുന്നത്. അപ്പം ഈവൻ ചെറിയ ഹോൾസ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് ആ ഒരു പില്ലർ കണ്ടോ. ഇനി അടുത്തായിട്ട് വെച്ചാൽ ഇതിപ്പം ഈ വിത്തല ടെമ്പിളിൻ്റെ അകത്തേക്ക് കയറുന്ന വഴിയാണത്. ഇപ്പോൾ ഈ കയറി ചെല്ലുന്ന വഴിക്ക് ഈ സൈഡിലായിട്ട് ഇവിടെ കുറേ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ അവരുടെ ലിപി. ഇതെല്ലാം എത്ര കാലപ്പഴക്കം വന്നിട്ടുണ്ട്, ഇതൊക്കെ അതേപടി തന്നെയുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇനി അകത്തേക്ക് നമുക്ക് നോക്കാം.